സുവർണ കഥകളിലേക്ക് സ്വാഗതം. 2010 ഓഗസ്റ്റ് മാസത്തിലെ വനിതയിൽ പ്രസിദ്ധീകരിച്ച ഒരു കഥയാണ് വായിക്കുന്നത്. കഥ എഞ്ചുവടികൾ. എഴുതിയത് ഗിരിജ സേതുനാഥ്. മഹേശ്വറുമായി ഊണുമേശയ്ക്കരികിൽ ഇതാണ് ആ പെൺകുട്ടി നിനക്ക് വിവാഹം ഉറപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് നന്മ ആ ഫോട്ടോ കാട്ടിക്കൊടുക്കെ മഹേശ്വർ പൊടുന്നനെ നിശബ്ദനായി. മുഖത്തെ ഞരമ്പുകൾ എഴുന്നുവന്നു. കണ്ണിലെ ഊർജമാകെ ഒലിച്ചുപോയ പോലെ. മഹേശ്വരനോടൊപ്പം കോളേജിൽ നിന്ന് അവധി ഉല്ലസിക്കാൻ വന്ന കൂട്ടുകാർ വിവേകും അനൂപ് ജോസഫും ശ്രദ്ധിച്ചു. മഹേശ്വരന്റെ മുഖത്തുള്ള പെട്ടെന്നു പടർന്ന കനത്ത ഭാരം. ആ ഊണുമേശയ്ക്കരികിലിരുന്ന് ഇതിനു മുൻപും പലതവണ അമ്മയും മകനും സംസാരിച്ചിട്ടുണ്ട്. നീ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടിയെ ഒരു ദുഷ്ടവാക്കുകൊണ്ട് പോലും ചേർത്തു പിടിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോഴും സമൃദ്ധിയായി മഹേശ്വരന്റെ കാതുകളിലുണ്ട്. ഭാര്യയെ നിധിയായി കാക്കണമെന്നും നാരിയെ പൂജിക്കുന്നവൻ സമാധാനത്തിന്റെ ദൈവമായിരിക്കുമെന്നും പറഞ്ഞ് നന്മ ആ ഫോട്ടോ കവറിലിട്ട് മേശപ്പുറത്ത് വച്ച് മൗനമായി മകനെ തന്നെ നോക്കി നിന്നു. അമ്മയുടെ ദുഃഖകരമായ മൗനത്തിൽ പതിയിരിക്കുന്നത് അപകടമാണ്. സമാധാനത്തിന്റെ വാഴ്ചയ്ക്കു ശേഷമുള്ള പിഴയൊടുക്കലാണ് ഈ യാത്രാമൊഴിക്കുള്ള തയ്യാറെടുപ്പ്. ധൃതി വച്ചുള്ള ഈ വിവാഹമുറപ്പിക്കൽ. അമ്മ തിരക്കു കൂട്ടണ്ട. സുഗന്ധവാഹിനിയായ ഒരു കടൽ പോലെ ജീവിതം എൻ്റെ മുന്നിൽ നീണ്ടു മലർന്നു കിടക്കുന്നുണ്ട്. ആത്മസുഗന്ധം പുറംതള്ളിയ ഒരു സ്ത്രീയുടെ വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള കഥ കോളേജ് മാഗസിനിൽ മഹേശ്വർ എഴുതിയിരുന്നതിനെപ്പറ്റി അപ്പോൾ മഹേശ്വരന്റെ കൂട്ടുകാർ ഓർമ്മിക്കുക കൂടി ചെയ്തു. പ്രാവുകൾ കുറുകി കുറുകി കഴിഞ്ഞിരുന്ന അടച്ചിട്ട ഒരു കപ്പലിനകത്തെ ഇരുട്ടിൽ ജീവിതം കഴിച്ചുകൂട്ടിയ അലീനയായിരുന്നു കഥയിലെ നായിക. കപ്പിത്താൻ ജമീർ അവരുടെ ഭർത്താവായിരുന്നു. കപ്പിത്താൻ അയാൾക്കിഷ്ടമുള്ള തീരത്തെത്തുമ്പോൾ നങ്കൂരമിടും. ഇഷ്ടമുള്ള പാനീയം സേവിക്കും. ഇഷ്ടമുള്ള ഭോജ്യങ്ങൾ ഭുജിക്കും. സ്ത്രീകളെ തേടിപ്പോകും. വീണ്ടും യാത്ര തുടരും. ഭാര്യയുമായി ഒരു ചങ്ങാത്തവുമില്ല. ഒരു വർത്തമാനവും പങ്കുവയ്ക്കില്ല. തീരത്തുനിന്നും കപ്പലിലേക്കുള്ള ഭർത്താവിന്റെ മടക്കം കാത്തിരിക്കുന്ന അലീന ഒന്നും അറിഞ്ഞതായി ഭാവിക്കില്ല. കപ്പലിലെ ഏകാന്തതയിൽ നിന്നു രക്ഷപ്പെടാൻ ശ്രമിക്കുകയുമില്ല. അപ്പോഴൊക്കെ അവരുടെ സമീപത്തേക്ക് പറന്നുവന്ന പ്രാവുകൾ അജ്ഞാത ഭാഷയിൽ കുറുകിക്കൊണ്ടേയിരുന്നു. സെമിത്തേരിയിലെ ശവക്കല്ലറ സന്ദർശിക്കാനെത്തുന്ന തൊട്ടടുത്ത ബന്ധുക്കളായി അലീന പ്രാവുകളെ സങ്കൽപ്പിച്ചു, സ്നേഹിച്ചു. പ്രാവുകളോട് ശവക്കല്ലറയിലെ ആത്മാക്കൾ സംസാരിക്കുന്നു. അലീനയോടും അവർ കുശലങ്ങൾ അന്വേഷിച്ചു. എനിക്കൊരു മകനുണ്ട്. കടലിലെ ഓരോ തിരമാലയിലും ഞാൻ എൻ്റെ മകനെ കാണുന്നു. ഇവിടെ ഏകാകിയായിരുന്ന് അവൻ്റെ ജീവിതത്തിൽ വരാനിടയുള്ള സ്വപ്നമായൊരു ജീവിതവും കൗതുകകരമായ കാഴ്ചയും വിഭാവന ചെയ്യുകയാണ് വർഷങ്ങളായി ഞാൻ. അലീനയുടെ മറുപടി അങ്ങനെയാണ് അവസാനിക്കുന്നത്. എന്നും നന്മയോട് കോളേജ് മാഗസിനിൽ മകൻ എഴുതിയ കഥ പറഞ്ഞു തുടങ്ങിയിരുന്നു അവൻ്റെ കൂട്ടുകാർ. പക്ഷേ കഥകളിൽ നിന്ന് ആത്മാവ് തിരിച്ചറിയാൻ കഴിയാത്ത അമ്മയോട് കഥ വിസ്തരിക്കാൻ മഹേശ്വർ സമ്മതം കൊടുത്തില്ല. പകരം അസ്തമയത്തെ സ്വന്തം ഹൃദയത്തിലേക്ക് ആവാഹിച്ച് സൂക്ഷിക്കാൻ വെമ്പുന്ന കടലിന്റെ ചിത്രം രചിച്ച ഒരു ചിത്രകാരനെ പറ്റി പറഞ്ഞ് മേശ വിട്ടൊഴിഞ്ഞു. കൂട്ടുകാരെ യാത്രയാക്കി മഹേശ്വർ കിടപ്പുമുറിയിലെ നിഴലുകളെ നെഞ്ചോട് ചേർത്തു പിടിച്ചു. അമ്മ സമ്മാനിച്ച ഫോട്ടോയിലെ പെൺകുട്ടിയെ ഒരിക്കൽ കൂടി നോക്കി. അമ്മ തൻ്റെ മനസ്സറിഞ്ഞ് കണ്ടെത്തിയ കുട്ടി. അവളോട് ഏറെ സംസാരിച്ചു. പരസ്പര ബഹുമാനത്തോടെ. ഒരേ മനസ്സും ശരീരവുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. മാസമുറ സമയത്ത് പടികളിറങ്ങുമ്പോൾ പോലും ഒരു താങ്ങായി അവൾക്കൊരു കൈ കൊടുത്ത് പരിഗണിക്കണം. അടുക്കളയുടെ മിനുസമുള്ള ടൈലുകളിൽ കയറ്റി കൂട്ടിനിരുത്തിക്കൊണ്ട് തനിക്ക് പാത്രങ്ങൾ കഴുകാം. ചൂടുകാപ്പി ചുണ്ടോടടുപ്പിച്ചു കൊടുക്കാം. ഒരുമിച്ചിരുന്ന് മഴ കാണണം. വരാന്തയിൽ നിന്നുകൊണ്ട് മഴനൂലിൽ കൈ എത്തിപ്പിടിക്കണം. മഴയത്തുള്ളിലേക്ക് അരിച്ചെത്തുന്ന തണുപ്പ് ഒരുമിച്ചു പങ്കിടണം. സന്ധ്യാസമയത്ത് രാമനാമം ജപിച്ചു കഴിഞ്ഞ്
നിലാവത്ത് കസേരയിട്ടിരിക്കുമ്പോൾ വഴിയിൽ കണ്ട കാഴ്ചകളെപ്പറ്റി, ഓഫീസിലെ പ്രശ്നങ്ങളെപ്പറ്റി വിസ്തരിക്കണം. അപ്പോൾ അവൾ വീട്ടിൽ വന്നുപോയ മീൻകാരിയെപ്പറ്റി, പച്ചക്കറിക്കാരിയെപ്പറ്റി, മാവിൻ ചുവട്ടിൽ വീണ നാട്ടുമാമ്പഴം പെറുക്കി പാത്തും പതുങ്ങിയും പോയ തൊട്ടടുത്ത അയൽക്കാരിയെപ്പറ്റി പറയുന്നതു കേൾക്കണം. ടെറസിൽ പച്ചക്കപ്പ നടുമ്പോൾ ഉരം ചിക്കി ചിക്കിയിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കണം. വർഷങ്ങൾ കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ ജീവിതം തുടരണം. വയസ്സാകുമ്പോൾ ഒരു കൈപ്പിടി നീട്ടിത്തരും. നീട്ടുമ്പോൾ പിടിമുറുക്കാനായി ഈ കൈകളും വേണം. ഇതൊക്കെ തന്നെയായിരുന്നു അമ്മയുടെയും ആഗ്രഹങ്ങൾ. ഒരിക്കലും പൂർണ്ണമാകാത്ത ആഗ്രഹങ്ങൾ. എല്ലാം നിഷേധിക്കപ്പെട്ടപ്പോഴും 23 വർഷം കഴിഞ്ഞ പുത്രസൃഷ്ടിയെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചതും ഓർമ്മിച്ചതും വിവശയായതും. രക്തം മണത്തിരുന്ന സമുദ്രത്തിനെ നോക്കി ദീർഘനേരം നിശബ്ദയായിരുന്നതും. തികഞ്ഞ ബുദ്ധിശൂന്യതയാണ് ഇക്കാലമത്രയും കാട്ടിയതെന്ന് ആരു പറഞ്ഞാലും അതിനോട് സമരസപ്പെടില്ല ആ പാവം. പൊരുതി ജയിക്കാനും ചെറുത്തു നിൽക്കാനും ഭ്രമപ്പെടാതെ മനഃപൂർവ്വം പിൻവാങ്ങിയതാവാം. സംഘർഷങ്ങളെയും അപ്രിയമായവയെയും ഇഷ്ടപാനീയമായി സേവിക്കുകയായിരുന്നു. ആരോടും പരാതിപ്പെടാതിരിക്കുക അതു മകനു വേണ്ടിയുള്ള ത്യാഗമായിരുന്നു. അങ്ങനെയുള്ള ഒരു മകൻ ഇപ്പോൾ വിവാഹിതനായാൽ വാഴ്ത്തപ്പെട്ട പാപിയായി മാറുകയല്ലേ? ബാക്കി ജീവിതത്തെ ഉപേക്ഷിച്ചു പോകാനുള്ള അമ്മയുടെ ആവേശത്തെ കണ്ടില്ലെന്നു നടിക്കാനാവുന്നില്ല. അമ്മ നഷ്ടപ്പെട്ടാൽ ലോകത്തെവിടെയും താൻ നഷ്ടപ്പെട്ടതുപോലെയാണ്. കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ചിരിക്കുന്ന അമ്മ നഷ്ടപ്പെട്ട ഒരു കുട്ടിയുടെ ചിത്രമാണ് ഓർമ്മ വരിക. തൻ്റെ മുറിയിൽ ചില്ലിട്ടു സൂക്ഷിക്കുന്ന ആ ചിത്രം പലതും ഓർമ്മിപ്പിക്കുന്നു. വീട്ടിലെ നിരന്തര ബഹളങ്ങൾ, അമ്മയ്ക്കായി മാത്രം മാറ്റിവെച്ച വിലക്കപ്പെട്ട ആളിൻ്റെ അസഭ്യ വാക്കുകൾ, എന്നാണ് ചത്തൊടുങ്ങുന്നത് എന്ന ആഗ്രഹവും വഴക്കിനിടയിൽ പ്രകടമാകും. ജീവനോടെ ചുട്ടു പൊള്ളിക്കുന്നവ, നിസ്സംഗതയോടെ എല്ലാം കണ്ടും കേട്ടും കഴിഞ്ഞുകൂടിയ പാൽത്തുള്ളിപ്രായം. എങ്ങുനിന്നും ഭിക്ഷ ലഭിക്കാത്ത ആ സ്നേഹഭിക്ഷുവിൻ്റെ മൺചട്ടിയിൽ ഇട്ടുകൊടുക്കേണ്ടത് എന്താണെന്ന് പ്രായപൂർത്തിയായ ഈ മകൻ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അനുവാദത്തിനു വേണ്ടി കാത്തുനിൽക്കേണ്ടതില്ല. അതൊരസംബന്ധമാവില്ല. മറിച്ച് ഒരു ആത്മസമർപ്പണമാണ്, കടമയാണ്. സ്വന്തം മകനെ കരുതലോടെ വിവാഹത്തിലേക്ക് ചേർത്തുവയ്ക്കാൻ അമ്മയ്ക്ക് അധികാരമുണ്ടെങ്കിൽ, ആശയുണ്ടെങ്കിൽ മകനും മറിച്ച് അതേ അധികാരവും അവകാശവും ഉണ്ടാവണം. സമുദ്രത്തേക്കാൾ ഉപ്പു ചുരത്തുന്ന ഒരു മകനാകണം തനിക്ക്. പുരോഗമനത്തിന്റെ ദരിദ്ര ചിന്തയില്ലാത്ത ഒരു മകൻ. സമൂഹത്തിനു നേരെ വെല്ലുവിളിച്ച് നട്ടില്ലു നിവർത്തി നിൽക്കണം. ഇനി ഒരു നിമിഷം പോലും പാഴാക്കാനില്ല. ആഴത്തിലൊരു ജോലി ബാക്കി. സമുദ്രത്തിന്റെ ആഴവും സുഗന്ധവും തിരിച്ചറിയാവുന്ന ഒരു നാവികനെ കണ്ടുപിടിക്കണം. അമ്മയെ ആ കൈകളിൽ സുരക്ഷിതയാക്കണം. ശേഷം മതി തൻ്റെ ജീവിതം. മഹേശ്വരന്റെ മനസ്സിൽ തെളിഞ്ഞത് ചിത്രകോപന്റെ മുഖമാണ്. ജന്മം കൊണ്ട് ചിത്രരചനയെ പ്രണയിക്കുന്നവൻ, സമുദ്രത്തിന്റെ ആഴം പണ്ടേ വരച്ചിട്ട നാവികൻ, സുമുഖൻ, ഉറച്ച ശരീരം, മനസ്സിന്റെ വേവലാതികളെ മണത്തറിയുന്നവൻ, വിവാഹ ജീവിതത്തെപ്പറ്റി ധാരാളം സങ്കല്പമുള്ളവൻ. ചിത്രരചനയ്ക്കു ശേഷം ചാരുകസേരയിൽ കിടക്കുന്ന തൻ്റെ അരികത്തിരുന്ന് മനസ്സിലെ ചിത്രങ്ങൾക്ക് ഭാവവും നിറവും പങ്കിടുന്ന ഒരിണയെ തേടുന്ന മനുഷ്യൻ. അമ്മ പറഞ്ഞിരുന്ന പല ആഗ്രഹങ്ങളും ചിത്രകോപനിൽ ഒത്തുചേരുന്നതായി മഹേശ്വരന് തോന്നി. അദ്ദേഹത്തെ ഈ സമുദ്രത്തിലേക്ക് വിളിച്ചുകൊണ്ടുവന്നാലോ? ചിത്രകോപന്റെ പ്രഭാത സഞ്ചാരത്തിൽ മഹേശ്വർ നിത്യസഹചാരിയായി. ഒരേ കാറ്റിനെ വാരിപ്പുണരുന്നവരായി. അദ്ദേഹത്തോട് ധാരാളം സംസാരിച്ചു. മനസ്സിലൊന്നും ബാക്കിയില്ലെന്നായി. ചിത്രകോപൻ പനി പിടിച്ചു കിടന്നപ്പോൾ കയ്യിൽ ചില്ലറ പച്ചിലപ്പനി മൂലികൾ മാത്രമല്ല, റവക്കഞ്ഞിയും കുരുമുളകു കാപ്പിയുമൊക്കെ എത്തിച്ചു. അമ്മയുടെ വേവലാതി മഹേശ്വർ ചിത്രകോപനോട് പറഞ്ഞു. ഈ ഭക്ഷണവും മകന്റെ ശുശ്രൂഷയുമൊക്കെ കിട്ടുകയാണെങ്കിൽ ഇനിയും ഞാൻ പനി പിടിച്ചു കിടക്കാം. അമ്മയോട് ചോദിച്ചോളൂ. അയാൾ മഹേശ്വരന്റെ തലയിൽ തലോടി പറഞ്ഞു. കരുണാസ്പർശമുള്ള ആ വാക്കുകൾ വളരെ മൃദുവായി, അതീവ കരുതലോടെ ഹൃദയത്തിൽ ചേർത്തു വച്ചു. ഒരു സമസ്യയ്ക്കുള്ള ഉത്തരം കിട്ടി.
സുഖമുള്ള വാക്കുകൾ കൈമാറിയപ്പോൾ ബന്ധം നിശ്ചയിക്കപ്പെട്ടു. ഈ രഹസ്യം അമ്മ തന്നിൽ നിന്നും അറിയുന്ന ആ മഹാദിവസത്തേക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ചിത്രഗോപൻ പറഞ്ഞതൊക്കെ 1000 വട്ടം ഉരുവിട്ടുകൊണ്ട് കണ്ണീരു കൊഴിഞ്ഞുണങ്ങിയ അമ്മയുടെ കവിളിൽ തലോടി മഹേശ്വർ മനസ്സിൽ പറഞ്ഞു, തരും ഞാനൊരു ജീവിതം. നെറ്റിയിൽ ചുംബിച്ചു. അമ്മ കാണാതെ കണ്ണീരു തുടച്ചു. ഈ മുറിയിലെ പഴയ ഗന്ധം അളയിൽ നിന്ന് ആവാഹിച്ചെടുക്കാൻ ശ്രമിച്ചു. ഇവർക്ക് വസിക്കാൻ ഒരു സ്നേഹക്കൂട് വേണം, പുൽത്തകിടിയുള്ള മുറ്റം വേണം, നന്ദ്യാർവട്ടവും ചെമ്പരത്തിയും തുളസിയും തെച്ചിയും പൂത്തു നിൽക്കണം അവിടെ. കായ്കറികൾ നട്ടുവളർത്താൻ ഇത്തിരി ഉയരമുള്ള തോപ്പ് വേണം. ചന്ദനച്ചോലയിൽ നിന്ന് ഇരുവരും വെള്ളം തേവി തോട്ടം നനയ്ക്കണം. അമ്മയുടെ മുഖത്തുയരുന്ന വിയർപ്പ് തുടയ്ക്കാൻ ബലിഷ്ഠമായ 2 കൈകൾ നീളും. ദാഹജലം ചുണ്ടോടടുപ്പിച്ചു കൊടുക്കും. അമ്മയുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾക്കെല്ലാം തുണയായും ഈണമായും ചിത്രഗോപൻ കാണും. അങ്ങനെ അമ്മയുടെ സ്വപ്നങ്ങൾ തകർത്തു പെയ്യാൻ നാട്ടിൽ പൂട്ടിയിട്ടിരിക്കുന്ന പഴയ തറവാടാണ് ഉത്തമം. അമ്മയുടെ സ്വത്തായി അതുമാത്രമാണ് അവശേഷിക്കുന്നത്. ലക്ഷ്യത്തോടെയും വളരെ ധൃതിയിലും വീടിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. തറവാടിന്റെ മുറ്റത്തുള്ള നാട്ടുമാവിൻ ചുവട്ടിൽ കരിങ്കല്ലുകൊണ്ട് മനോഹരമായ ഒരു ഇരിപ്പിടം തീർത്തു. പച്ചപ്പുല്ല് പിടിപ്പിച്ചു. ചുറ്റിനും പിച്ചകത്തിന്റെയും മുല്ലയുടെയും ചെടികൾ നിരനിരയായി നട്ടുപിടിപ്പിച്ചു. മുറ്റത്ത് മൃദുലമായ പഞ്ചസാര മണൽ വിതറി. സന്ധ്യ മയങ്ങുന്ന നേരത്ത് മഞ്ഞുകാറ്റേറ്റ് പരസ്പരം സ്നേഹം സമ്മാനിക്കട്ടെ. അമ്മ കുട്ടിക്കാലത്ത് ആടിത്തിമിർത്ത മാവിന്റെ ഊഞ്ഞാൽ ചില്ല തടിച്ച് ബലം വച്ചിരിക്കുന്നു. അതിലൊരു ബലമുള്ള കൊമ്പിൽ കയർകൊണ്ട് ഊഞ്ഞാലു കെട്ടി. എല്ലാറ്റിനും സഹായിയായി കൂടെയുണ്ടായിരുന്നു ചിത്രഗോപൻ. ഇടയ്ക്കെപ്പോഴോ അദ്ദേഹം പറഞ്ഞു, അമ്മ ഇരുന്നാൽ താഴെ വീഴരുത്. എനിക്കു നീ ഉറപ്പു തരണം. ഇനി എന്റെയും കൂടിയാണവൾ. മഹേശ്വരന് അടക്കാനാവാത്ത സന്തോഷം തോന്നി. ബംഗ്ലാവിലേക്ക് അമ്മയെ കൂട്ടിക്കൊണ്ടുവന്നു. ഹോ, എന്തൊരു ഭംഗി! ഈ ജന്മം ഈ വീട് ഇങ്ങനെ കാണാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. എനിക്ക് വീട് തെറ്റിപ്പോയോ എന്നുവരെ തോന്നി. നന്മ സന്തോഷത്തോടെ പറഞ്ഞു. നാട്ടുമാവിൻ ചില്ലയിൽ തൂങ്ങിക്കിടന്ന ഊഞ്ഞാലിൽ കയറിയിരുന്നു. മകൻ ഊഞ്ഞാലാട്ടിയപ്പോൾ അമ്മ രഹസ്യമായി പറഞ്ഞു, എല്ലാം എത്ര മനോഹരമാക്കി മിടുക്കൻ. എന്റെ മനസ്സറിഞ്ഞ്. പൂമുഖത്ത് തേച്ചുമിനുക്കി വച്ചിരുന്ന 7 തിരിയുള്ള നിലവിളക്ക് കത്തിക്കാൻ മകൻ അമ്മയോട് ആവശ്യപ്പെട്ടു. നന്മ ആത്മസംതൃപ്തിയോടെ നിലവിളക്കു കത്തിച്ചു. നിലവിളക്കിന്റെ ശോഭയിൽ ചിത്രഗോപനെ മഹേശ്വർ ആ വീട്ടിലേക്ക് ആനയിച്ചു. പ്രണയത്തിന്റെ മൗനത്തിൽ തന്റെ പണിപ്പുരയിൽ രചിച്ച നന്മയുടെ പൂർണ്ണകായ ചിത്രവും 2 വെൺപ്രാവുകൾ പറന്നുയരുന്ന ചിത്രവും ചിത്രഗോപൻ കൊണ്ടുവന്നിരുന്നു. ഈ വീട്ടിലെ ചുവരിൽ ഇതിലേതു പതിപ്പിക്കണം എന്നു ചോദിച്ച് ചിത്രങ്ങൾ ചുരുൾ നിവർത്തിക്കാട്ടി. വെൺപ്രാവുകളെ നന്മ തിരഞ്ഞെടുത്തപ്പോൾ ചിത്രഗോപൻ സംതൃപ്ത മിഴികളടച്ച് ഈശ്വരനെ പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞു. അവർ ആ ചിത്രം കയ്യിലെടുത്തു. മഹേശ്വരനെ അടുത്തേക്ക് വിളിച്ചു. ചേർത്തു നിർത്തി തലയിൽ സ്നേഹപൂർവം തലോടിക്കൊണ്ട് പറഞ്ഞു, ചിത്രഗോപൻ എത്ര നല്ല ചിത്രകാരൻ അല്ലേ! എത്ര മനോഹരമായ പെയിന്റിംഗ്! ആ മനസ്സുപോലെ തന്നെ. ഹൃദയത്തിൽ നന്മ മാത്രം അവശേഷിപ്പിക്കുന്ന വെൺപ്രാവുകൾ ഈ ചിത്രത്തിൽ. മുമ്പേ പറക്കുന്ന ആൺപ്രാവിന്റെ കാലിലെ നീണ്ട ചരടിൽ പെൺപ്രാവിന്റെ ഇടതുകാല് ബന്ധിച്ചിരിക്കുന്നു. എത്ര മനോഹരമായ ഭാവന! ആൺപ്രാവ് അതിൻ്റെ ഇണയെ ഒരിക്കലും ഒറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, മരണത്തിൽ പോലും. ഇതുപോലെ ഒരെണ്ണം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു വിവാഹ സമ്മാനമായി. ഇപ്പോൾ തികച്ചും അവിചാരിതമായി അത് കിട്ടി. ഇന്നസെന്റ് സിംപോളിക്. നീ അത് ശ്രദ്ധിച്ചിരുന്നോ? നന്മ പറയുന്നതു കേട്ട് മഹേശ്വരും ചിത്രഗോപനും മാനം മുട്ടെ സന്തോഷിച്ചു. പുറത്ത് മഴയുടെ പുടവഞ്ഞൊറികൾ കാറ്റത്ത് വിടർന്നു വീശി. അതിലൊരു മിന്നലായി കളം വരയ്ക്കാൻ ചിത്രഗോപൻ കാത്തുനിന്നു. ഹൃദയത്തിലാളും ചുമപ്പും ഉയിരിലെ ചൂടും മിന്നൽ പാളികൾക്കു ചുറ്റിനും പടർത്തണം. നന്മ പെയിന്റിംഗ് നീട്ടിപ്പിടിച്ച് മഹേശ്വരന്റെ കൈകളിൽ ഏൽപ്പിച്ച് പറഞ്ഞു, ഇത് അമ്മ നിനക്കു തരുന്ന ഏറ്റവും വിലയുള്ള വിവാഹ സമ്മാനം. വിവാഹത്തിനു മുമ്പ് നിന്റെ ഈ വീട്ടിലെ കിടപ്പുമുറിയുടെ ചുവരിൽ ഇത് പതിപ്പിക്കണം.
ഈ ചിത്രത്തിലെ പ്രാവുകളുടെ ജീവിതമായിരിക്കണം, സ്നേഹമായിരിക്കണം, ഞാൻ കണ്ട ആത്മാർത്ഥതയായിരിക്കണം കുടുംബജീവിതത്തിൽ നീ പകർത്തേണ്ടത്. അതൊന്നു മാത്രമാണ് അമ്മയുടെ ആഗ്രഹവും. പിന്നീട് ചിത്രഗോപന്റെ നേർക്കു തിരിഞ്ഞ് തൊഴുതുകൊണ്ട് നന്മ പറഞ്ഞു. നന്ദി, വളരെയധികം. ഇങ്ങനെയൊരു ചിത്രം എൻ്റെ മകന് കൊടുക്കാൻ കഴിഞ്ഞതിൽ അങ്ങേക്ക് നന്ദി. ഞാൻ ഇറങ്ങട്ടെ. ദുർബലമായ അണക്കെട്ടുപോലെ മഹേശ്വരന്റെ ക്ഷമ പൊട്ടി. തിക്കിത്തിരക്കിയെത്തിയ കോപം, കഷ്ടപ്പാടുകൾ അടിതെറ്റി വീഴുന്നത് പൊറുക്കാനാവുന്നില്ല. കോപം തണുക്കാതെ, പതഞ്ഞു പൊങ്ങി ഒഴുകിപ്പോകാതെ, പിന്നെ തെറുത്തു കയറ്റിയ കുപ്പായക്കൈക്കു താഴെ നീല ഞരമ്പുകൾ തെളിഞ്ഞു. അമ്മയുടെ ശരീരത്തിൽ തൂവൽ പോലെയെങ്കിലും സ്പർശിക്കാൻ ഭയന്നിരുന്ന മകൻ എല്ലാം ലംഘിച്ച് ആദ്യമായി അമ്മയുടെ ഒക്കത്തിരിക്കുന്ന വികൃതി ചെറുക്കനായി മാറി. കവിളിൽ തെരുതെരെ മർദ്ദിച്ചു. പിന്നെ ആ കാൽക്കൽ വീണ് താണു കീണു. തൻ്റെ മനസ്സിലെ ആഗ്രഹം അമ്മ മനസ്സിലാക്കും വിധം. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. പ്രതീക്ഷയോടെ. നന്ദി.